ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങ അച്ചാറിടുന്ന വീഡിയോ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടാലോ. അലുമിനിയത്തിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് സ്വർണ്ണം നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്വർണ്ണം നല്ലെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ, വലിയ ടീസ്പൂണാണ്, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ കടുക് മുഴുവനായിട്ട് പൊട്ടി വരട്ടെ. അതിൻ്റെ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച വേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മുഴുവനായിട്ട് പൊട്ടി തീരണം. അപ്പോഴേക്കിനും വേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് ഞാനിത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അച്ചാറാകുമ്പോൾ അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമല്ലോ, അപ്പോഴാണല്ലോ ആ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ എന്തായാലും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വേപ്പിലയുടെ കഴുകിയപ്പോൾ ഉള്ള വെള്ളം നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് മൂത്ത് വരട്ടേന്ന്, പൊട്ടി വരട്ടേന്ന്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അകത്തുള്ള വെള്ളം നന്നായിട്ട് ഒരു ചെറിയ തീയിൽ വെച്ച് മൂപ്പിക്കണ സമയത്ത് ആ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ കേട് വരാതിരിക്കാൻ അത് യൂസ്ഫുൾ ആവും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേട് വന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡറാണ് ഇടുന്നത്. ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡർ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് മാത്രമാകുമ്പോൾ എരിവുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കുള്ള എരിവ് നല്ല രീതിയിലുണ്ടാവും. 3 ടീസ്പൂൺ എന്ന് പറയാൻ കാരണം വലിയ ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, 3 ടീസ്പൂണല്ല. ഇത് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു കപ്പ് അളവിൽ വിനാഗിരി, സുർക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടിട്ട് എന്താണ് ഒഴിച്ചതെന്ന് കരുതരുത്. ആ അച്ചാർപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിലാണ് ഞാൻ സുർക്ക എടുത്തത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല, കാരണം ഞാൻ മാങ്ങ ഉപ്പിട്ടിട്ട് ഒരു ദിവസം മുഴുവനും വെച്ചിട്ട് 2 ദിവസം വെയിലത്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ്. കഴുകി നന്നായിട്ട് തുടച്ച മാങ്ങയിൽ ഉപ്പിട്ടിട്ട് അതിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളയാതെ. കാരണം ആ മാങ്ങയുടെ ഉപ്പും പുളിയും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം കളയില്ല, ഞാൻ അങ്ങനെ കളയാറില്ല. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ആ ഒരു മാങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പ് ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ഓൾറെഡി ഞാൻ മാങ്ങയിൽ ഇട്ടിട്ടുണ്ട്. 2 ദിവസം വെയിൽ കൊള്ളിച്ച മാങ്ങയാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു വെയിലിൻ്റെ ടേസ്റ്റും വെയിലിൻ്റെ ചൊയൊക്കെ വന്നിട്ടുണ്ടാവും. അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉള്ള മാങ്ങയായാലും അതേപോലെ നമ്മൾ ഇരുമ്പാമ്പുളിയൊക്കെ അച്ചാറിടുന്ന സമയത്ത് ഞാനൊന്ന് വെയിലത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കായമാണ്. കായപ്പൊടി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അടുപ്പത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം കാണുന്നുണ്ടാവും. എനിക്ക് ഓൾറെഡി ഇങ്ങനെ വെള്ളം ഉള്ളത് ഇഷ്ടമല്ല. മസാല അങ്ങനെ കുഴഞ്ഞ് നിൽക്കണം. അപ്പോൾ വിചാരിക്കും ഇതിൽ വെള്ളം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതിങ്ങനെ വറ്റി പോകുമെന്ന്. ചൂടൊക്കെ ആറുന്ന സമയമാകുമ്പോഴേക്കിനും
ഈ വെള്ളം മുഴുവനും വറ്റിയിട്ട് മസാലയായിട്ട് ഈ മാങ്ങയുടെ പീസുമ്മക്ക് പിടിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഉപ്പുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയ സമയത്ത് ഉപ്പ് കറക്റ്റായിരുന്നു. അച്ചാറിന് നമ്മളെപ്പോഴും ഉപ്പ് ഒരു തരി മുന്നിലേക്ക് നിൽക്കണം, അപ്പോൾ അത് കേട് വരാതിരിക്കാൻ യൂസ്ഫുൾ ആവും. ഇപ്പോൾ എന്തായാലും ചൂടാറിയതിന് ശേഷമുള്ളൊരു ഇതാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ നീരൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ല കുഴഞ്ഞിട്ട് മാങ്ങയുടെ പീസുമ്മ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഉള്ളത്. എല്ലാവരും ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം വീഡിയോ കാണാൻ നിൽക്കുക. ഈ ഒരു റെസിപ്പിയിൽ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.